Hi, I'm Shaina from Zolo Academy. Today we have a special guest, Srijit Simaran sir. He's a director and a scriptwriter of Malayalam film industry. Sir, the favorite movie era? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അരപ്പെട്ടു കെട്ടിയ ഗ്രാമത്തിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഡാൻസോളജി അതിനേക്കാളും നല്ല സിനിമകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടാവും. ഒരുപാട് സിനിമകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ആ സിനിമയാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. വീണ്ടും വീണ്ടും കണ്ടാൽ പിന്നെയും കാണാൻ പോകുന്ന ഒരു സിനിമയാണ്. സർ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണല്ലോ. അപ്പൊ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ അവരെന്ന് പറഞ്ഞാൽ മൂവീസ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂവീസ് അവരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സെക്ടറാണ്. അപ്പൊ സാറിന് അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന് എന്തൊക്കെയാണ് തോന്നുന്നത് ആസ് എ മൂവി ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അവരെങ്ങനെയൊക്കെ ഇൻസ്പയർ ചെയ്യാം മൂവീസുകൾ? ഈ മൂവീസിൽ എന്ന് പറഞ്ഞാല് ഈ ഇപ്പോഴത്തെ എല്ലാ ജനറേഷനും എപ്പോഴും ഈ നെഗറ്റീവ്സ് ആണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ആകുന്നത്. പോസിറ്റീവ്സ് ഇൻഫ്ലുവൻസ് ആകാൻ ഭയങ്കര പാടാണ്. അപ്പം മാക്സിമം നമ്മൾ ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസ് ഇല്ലാത്ത സിനിമ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. വയലൻസ് വേണം എല്ലായിടത്തും. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ സിനിമയാക്കി മാറ്റുന്നത്. പക്ഷെ നമ്മള് വയലൻസ് ഒരുപാടാക്കുക ആവശ്യത്തിൽ കൂടെ, അതായത് ഒരുപാട് ബ്ലഡ് ഷെഡ്, പിന്നെ ഒരുപാട് എന്താ പറയാ ഫൈറ്റ്സ്, അങ്ങനെ ഒരുപാട്. ഞാൻ പറയുന്നത് ഒരു എക്സീഡ് ചെയ്ത് ഇപ്പൊ നമ്മൾ പല സിനിമകളിലും ആവശ്യത്തിൽ കൂടുതൽ ബ്ലഡ് ഷെഡ് കാണാറുണ്ട്. ചില സിനിമകൾ അതുകൊണ്ട് വിവാദമായിട്ടില്ല ഈ ഇടയ്ക്ക്. അപ്പൊ അങ്ങനത്തെ സിനിമകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ അറിയാമല്ലോ, നമ്മുടെ ചുറ്റിനും ഇപ്പം സൊസൈറ്റിയില് ഡ്രഗ്സും സംഭവങ്ങളൊക്കെ ഭയങ്കര കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഈ ഇപ്പോഴത്തെ ജനറേഷനെ ലൈഫില് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ലൈഫിനെ ഫോളോ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള നല്ല ഒരുപാട് സബ്ജക്റ്റുകളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഒരുപാട് നല്ല പുതിയ സബ്ജക്റ്റുകൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ വരുന്ന ജനറേഷന് കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റീവ് ആയിട്ട് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുന്ന എന്റർടൈൻമെന്റും പഠനവും ഉണ്ടാവണം സിനിമയിൽ. അപ്പൊ അതൊക്കെയാണ് ഇനിയുള്ള ജനറേഷനിൽ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. നല്ല ഫിലിം മേക്കേഴ്സും റൈറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മൂവീസ് ആണ്. നമ്മളൊരു കച്ചവടത്തിന്റെ മാത്രം ചിന്ത വെച്ചിട്ട് ഓവർ വയലൻസും ഓവർ ആയിട്ടുള്ള സെന്റിമെന്റ്സും എല്ലാം കൂടെ ഉള്ളതാണ് സിനിമ. പക്ഷെ അതെല്ലാം നമ്മൾ എക്സ്ട്രീമിലേക്ക് പോകുന്നത്. സർ, നമ്മുടെ ഈ സോളോ അക്കാഡമിയുടെ ഈ ഡയറക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരുടെ കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ സാറിന്റെ റെഫറൻസസ് കോണ്ടാക്ട്സ് അവരെ റെഫർ ചെയ്ത് അവരെ ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള സാറിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ടാണ്? സോളോ അക്കാഡമിയുടെ പിന്നെ പേഴ്സണലി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അർഹമായ രീതിയിൽ ഇൻഡസ്ട്രിക്ക് അകത്തേക്ക് ഒരു പ്രവേശന എൻട്രി കൊടുക്കണം. അത് അക്കാഡമിയും ഞാനും ചേർന്ന് കൃത്യമായിട്ട് അതിൻ്റെ പ്രോസസ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമയായാലും പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമകളുണ്ടാവാം. അപ്പൊ നമ്മൾ ഡയറക്ഷനിൽ പഠിക്കുന്ന കുട്ടികളെ അവർ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളെ അവരെ നമ്മുടെ സിനിമകളിലേക്ക് എത്താൻ നമ്മൾ റെഫർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെതായ ആ സമയത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ റെഫർ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എല്ലാവർക്കും ഒരു ഓപ്പണിങ് കിട്ടാനാണ് പാട്ട് അല്ലേ. ഇപ്പൊ സിനിമയിൽ എത്രയോ പേര് എനിക്ക് തന്നെ അറിയാം, സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ഈസി ആയിട്ടൊരു ഓപ്പൺ. പിന്നെ അവരുടെ ഹാർഡ് വർക്കും അവരുടെ രീതികളുമാണ് പിന്നെ അവരെ ഇൻഡസ്ട്രിയിൽ നിലനിർത്തണോ വേണ്ടത്. അത് രണ്ടാമത്തെ. നമുക്ക് ഓപ്പണിംഗ് കൊടുക്കാൻ. സാറിന്റെ കരിയറിൽ ഇപ്പോൾ ഡയറക്ഷൻ സ്ക്രീൻ പ്ലേ അതില് ഫിലിം ഇൻഡസ്ട്രിയിൽ സാറിന്റെ മെന്റേഴ്സ് എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആദ്യം എന്റെ മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലൈനപ്പ് ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ഇത് വീഡിയോ ലോകമായിരുന്നു. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഞാനും ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ്. സദർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്.
ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത്. അപ്പൊ അന്ന് എന്നെ പഠിപ്പിച്ച സാറിന്റെ പേര് അത് അയ്യൂബ് സാറാണ്. അപ്പം അയ്യൂബ് സാറുണ്ട്, പിന്നെ കമൽ സാർ, പുള്ളിയുടെ ഒരുപാട് സിനിമയിലും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഒക്കെ ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സാറ് ശരിക്കും പറഞ്ഞൊരു ട്രൂ ഫിലിം മേക്കറാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്ത് ചെയ്യാനായിട്ട് അറിയാം. സാധാരണ പല ഡയറക്ടേഴ്സിന് ശിഷ്യന്മാരായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധമില്ല. അന്ന് ലൊക്കേഷന് വരുമ്പോൾ സ്റ്റീൽ പോകുന്നു. പക്ഷെ കമൽ സാർ അങ്ങനെയല്ല. കാരണം നമ്മൾ ഓരോരോ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സുമായിട്ട് പേഴ്സണൽ ആയിട്ടൊരു റിലേഷൻഷിപ്പ്, എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഗുണം നമുക്ക് എല്ലാം തോന്നും. സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിനും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ഗുണം. രണ്ടുപേരുമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ സിനിമയില് എന്ന് പറയാം. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫില് ശരിക്കും പറഞ്ഞാൽ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തൊട്ട് ഇതുവരെ നമ്മൾ ഒരുപാട് നടീ നടന്മാരെ ഒക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് ലാലേട്ടൻ, ദിലീപ്, ഇവരൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഓരോരോ രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പലരുടെയും പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവരൊക്കെയാണ് നമ്മുടെ മെന്റേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർ. സർ, അപ്പോൾ ഇത്രയും നേരം ഈ സോളോ അക്കാഡമിയിൽ വന്ന് ഞങ്ങളോട് സാറിന്റെ എക്സ്പീരിയൻസും സാറിന്റെ ബാക്കി ഫിലിം ഫീൽഡിലെ ഇൻസ്പിറേഷൻ എല്ലാം ഷെയർ ചെയ്തതിന് ഞങ്ങൾ സോളോ അക്കാഡമിയുടെ സൈഡിൽ നിന്ന് ദറ്റ്സ് എ ബിഗ് താങ്ക്സ്. ആൻഡ് സാറിന്റെ ഇനി ഫ്യൂച്ചർ ലൈഫിലും കരിയറിലും സാറിന്റെ എല്ലാ സക്സസും ഞങ്ങൾ വിഷ് ചെയ്യുന്നു.